ആണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ വരുന്നത് 6500 കെൽവിൻ ആണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓക്കെ, അങ്ങനെ പിന്നെയും ഒരു ട്രാവലായിട്ട് ഞങ്ങൾ ഇറങ്ങിയൊക്കെയാണ്. ഊട്ടി വരെ വന്നിരിക്കുകയാണ്. ഏതായാലും നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ടോ എന്ന് നോക്കി. കേരളത്തിലെ റോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് വഴി കാണാൻ പറ്റിയില്ലെങ്കിൽ പണി പാടും. ആ സമയത്ത് ഈ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല കിടുവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല LED ബൾബിൽ ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. അങ്ങനെ നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന ഒരു കിടുവായിട്ടുമാണ് നമ്മുടെ നാവോ ഈവോയുടെ ഹെഡ്ലൈറ്റ് ബൾബ് വന്നിരിക്കുകയാണ്. ഞാൻ 2 വർഷം മുമ്പ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഈ പ്രോഡക്റ്റ് വാങ്ങണം, എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ കിട്ടുമെങ്കിൽ പോലും നമുക്കതിൻ്റെ വാറണ്ടി കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്തെങ്കിലും രീതിക്കുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ വാറണ്ടിക്ക് വേണ്ട ആരും സപ്പോർട്ടില്ലായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. കാരണം എന്നെ വിളിച്ച് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, ബൾബ് കിടുവാണ്, പക്ഷേ വാറണ്ടിയുടെ ഒരു പ്രശ്നം വരുമ്പോഴാണ്. എത്ര നല്ലൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിന് നമുക്ക് വാറണ്ടിയോ അതിനൊരു സപ്പോർട്ടോ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തീർന്നു. പക്ഷേ ഇന്ന് കളി മാറി, സംഗതി നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കിട്ടുന്നത്. അന്ന് മേടിച്ച പ്രോഡക്റ്റ് ഇന്നും എൻ്റെ കയ്യിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പം ഈ ഒരു ലൈറ്റ് കിടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാവും. 200 വാട്ട്സിൻ്റെ അവരുടെ ഏറ്റവും പുതിയ മോഡലാണ് ഇത്. ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു രീതിക്കുള്ള കുറ്റമോ കുറവോ പറയാനില്ല. 2 വർഷത്തെ പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടും. വാറണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ്. എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റുന്ന രീതിക്ക് ഞാനിത് പാക്കിയിരിക്കുകയാണ്. അതായത് ഇത് നാവോ ഇവോയുടെ 200 വാട്ട്സിൻ്റെ 24,000 ലൂമൻ ഔട്ട്പുട്ട് വരുന്ന ഈ ഒരു മോഡലാണ്. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഇവനാണ് ഞാൻ പറഞ്ഞ മോഡൽ. 200 വാട്ട്സ് 12 വോൾട്ട് ആണ് വരുന്നത്. 200 വാട്ട്സ്, അതായത് ഒരു ബൾബിന് 100 വാട്ട്സ് വെച്ച് വരുന്നുണ്ട്. ലൂമൻ വരുന്ന 24,000 ലൂമനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ വരുന്നത് 6500 കെൽവിൻ ആണ്. നിങ്ങളിപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് ബൾബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളത് 4300 കെൽവിൻ കാണാറുണ്ട്, 6000 കെൽവിൻ കാണാറുണ്ട്. 6500 കെൽവിൻ കാണുന്നത് വളരെ ചുരുക്കമാണ്. ഈ 6500 കെൽവിൻ നമ്മുടെ കമ്പനിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് കൂടിയ മോഡൽ വാഹനങ്ങളുടെയൊക്കെ കമ്പനി LED ഹെഡ്ലൈറ്റ് വരുന്ന 6500 കെൽവിനാണ്. അതാണ് എനിക്ക് ഇവരുടെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം പലപ്പോഴും നിങ്ങൾ മാർക്കറ്റിൽ ഒന്ന് തിരക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാം 6500 കെൽവിൻ കിട്ടാനില്ല. അപ്പം അവിടെയാണ് ഇവൻ സ്കോർ ചെയ്യുന്നത്. ഇത് സാഗ എന്ന് പറയുന്ന സീരീസിലുള്ളതാണ്. കാരണം നാവോ ഇവോയ്ക്ക് പല സീരീസ് ഉണ്ട്. എലിഫൻറ്റ് സീരീസ് ഉണ്ട്, ഈഗിൾ സീരീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സീരീസ് ഉണ്ട്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു മോഡലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അൺബോക്സ് ചെയ്താലോ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന വാറണ്ടി കാർഡാണ്. 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ ഫിറ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കറക്റ്റ് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കസ്റ്റമേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ സോക്കറ്റ് കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അതിൻ്റെ ബ്രൗഷറിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഇടേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റ് മാനുവൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനിയാണ് നമ്മുടെ മുതൽ വരുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പും ഇവരുടെ ഈ സെയിം യൂണിറ്റ് തന്നെയാണ്. അന്നത്തെ പഴയ വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു യൂണിറ്റ്. ഇതാണ് നമ്മുടെ LED ഹെഡ്ലൈറ്റ് ബൾബ്. ഇവിടെ ഇതിൻ്റെ വ്യത്യാസം ഞാനൊന്ന് കാണിച്ചു തരാം. പല LED ബൾബിൽ ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഒരു കപ്പ്, ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ കപ്പിൻ്റെ സൈസും രണ്ടും രണ്ടാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഈ കപ്പിൻ്റെ സൈസും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന LED ലെവലും ഈ കപ്പിൻ്റെ സൈസും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന LED ലെവലും എന്തുകൊണ്ടാണ് കമ്പനി ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള കപ്പ് കൊടുത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മാറ്റി ഇതിനെ സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് വഴി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വരുന്ന ആർക്കും ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് LED ബൾബ് പ്രൊജക്ടറിന് വേണ്ടി മാത്രമുള്ളതാണ്. തെറ്റാണ്. അത് അറിയാൻ മേലാത്തവരാണ് അത് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ മോഡൽ ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, റിഫ്ലക്ടറിലോട്ട് തന്നെയാണ് LED ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് MFR LEDs എന്ന് പറയും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ കൊടുത്തിരിക്കുന്ന കപ്പിൻ്റെ 2 പൊസിഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം. ഇത് താന്നും ഇത് പൊങ്ങിയാണ് നിൽക്കുന്നത്. ഞാനത് ഫിറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഇനി നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഇടാൻ വേണ്ടിയിട്ട് ഇവനെ ഇങ്ങനെ തിരിച്ച്
ഈ ഹോൾഡർ മാത്രം ഞാനിങ്ങ് ഊരിയെടുത്തു. ലോക്കിലാണ് ഇത് വീണ് കിടക്കുന്നത്. നേരെ കയറ്റിയിടുക, അതിനുശേഷം പ്രസ് ചെയ്തുകൊണ്ട് തിരിക്കുക. ദാറ്റ്സ് ഓൾ. അത് കഴിഞ്ഞാൽ ഒന്നുകൂടെ തിരിക്കുക, ഇതിങ്ങനെ ഊരിയെടുക്കുക. ആ വയർ ബാക്കിലോട്ട് ഊരുക. അതിനുശേഷം ഈ റബ്ബർ കപ്പ് നമ്മളിങ്ങനെ ഊരിയെടുക്കുക. റബ്ബർ കപ്പ് ഊരി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിനകത്തൊരു ഹോൾഡറുണ്ട്, അത് ഈ ഒരു ക്ലിപ്പ് പ്രസ് ചെയ്തുകൊണ്ട് ഇത് ഇവനിങ് ഊരിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഹോൾഡർ. അപ്പോൾ ഇവിടുത്തെ ഹോൾഡർ ഇതാണ്. 2 ഹോൾഡേഴ്സിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 മാത്രമല്ല, എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. അതായത് ഇപ്പം നിങ്ങളുടെ ഇരിക്കുന്നൊരു H7 ആകട്ടെ, HiR2 ആകട്ടെ, 9005 9003 ഏത് മോഡലാണല്ലോ, H8 ആണെങ്കിലും H8 H11 ഏത് മോഡലാണെങ്കിലും അതെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു കപ്പും ഡിഫറെൻ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഡ്രൈവേഴ്സിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അവരുടെ കണ്ണിലോട്ട് വരാതിരിക്കാനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് നാവോ ഇവോക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവർ ശ്രദ്ധിച്ചിട്ടില്ലെന്നല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചുകൂടെ ആ ഒരു കാര്യത്തിൽ ഗുണമാണ്. ഇനി ഇതിൻ്റെ ബ്രൈറ്റ്നസ് ആണ് നമുക്ക് അറിയാനുള്ളത്. ഇതിപ്പോൾ നമുക്ക് നേരെ ഇതിലോട്ട് കയറ്റി വെക്കുക. ലോക്ക് ചെയ്തു. അടുത്ത് ഞാൻ ഈ റബ്ബർ ക്യാപ്പ് ഫിറ്റ് ചെയ്യുകയാണ്. റബ്ബർ ക്യാപ്പ് ഫുള്ള് ഫിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ബൾബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനിങ്ങനെ കയറ്റി വിടുകയാണ്. ഓക്കെ, അപ്പോൾ കയറി കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് ഞാൻ തിരിക്കുക. ഓക്കെ, അപ്പോൾ ലോക്കായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് ലോക്കായിട്ടുണ്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് അനക്കി നോക്കാം. ഇപ്പോൾ ലോക്കിലാണ്. ഇനി ഞാൻ ഈ കണക്ടർ ഒന്ന് ഇവിടെ കണക്ട് ചെയ്യുകയാണ്. H4 ആണ് 3 ലെഗ് വരുന്നത്. ഈ ഒരു കൺട്രോളർ നമുക്കിവിടെ ഒന്ന് ടാഗ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഈ മെറ്റലിലൊക്കെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഒച്ചയുണ്ടാവും. ഇതിങ്ങനെ ടാഗ് ചെയ്ത് വെക്കുക. 2 സൈഡും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ഡ്രൈവ് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഡ്രൈവ് എങ്ങനെയുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഏതായാലും ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ആയിരിക്കത്തില്ല നിങ്ങൾ ഇനി ഇതിൻ്റെ ഔട്ട് കാണാൻ പോകുന്നത്. 1 മാസം 1.5 മാസമൊക്കെ ഞാനിത് കൃത്യമായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് കൂടെ ഓടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ ഇനി കാണുള്ളൂ. അപ്പം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏതായാലും നാവോ ഇവയുടെ ഹെഡ്ലൈറ്റ് ബൾബാണ് ഞാൻ ഓടിച്ചോണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നല്ലോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. ഇതുപോലെ ഓരോരുത്തരും നമ്മുടെ കണ്ണിലോട്ട് അടിച്ചു തരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചും കൊടുക്കാം. അതുപോലെ തന്നെ ലോ ബീമിൽ വഴി കണ്ട് തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരാൾ വെട്ടം അടിച്ച് നമ്മുടെ കണ്ണിലോട്ട് തരികയാണെങ്കിൽ പോലും വഴി കണ്ട് തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ലൈറ്റ് ഇത് തന്നെയാണ്. കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ പോലും ഒരു ചെറിയ വൈറ്റ് ആൻഡ് യെല്ലോയിഷ് കളർ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്യുവർ വൈറ്റ് അല്ല. ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ യെല്ലോയിഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് 6500 കെൽവിനാണ് നമുക്കിവിടെ ബ്രൈറ്റ്നസ് കിട്ടുന്നത്. അതായത് അതിൻ്റെ കളർ കിട്ടുന്നത്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് 24000 ലൂമനാണ്. 24000 ലൂമനാണ് ഇതിൽ നിന്ന് ഔട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രീതിക്കുള്ള ലൈറ്റിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കത്തില്ല. ഇതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹെഡ്ലൈറ്റ് ബൾബ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് കുറഞ്ഞ നോക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു പ്രശ്നം എന്നാ, വെട്ടയില്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മഴയുള്ള സമയത്ത് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നല്ല വിശ്വാസത്തോടു കൂടി തന്നെ വാങ്ങാൻ സാധിക്കുന്ന ഒരു ബൾബാണ് ഈ കാണുന്ന നാവോ ഇവോ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം കഴിഞ്ഞ എൻ്റെ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ പിന്നെയും ഒരു ട്രാവലായിട്ട് ഞങ്ങൾ ഇറങ്ങിയൊക്കെയാണ്. ഊട്ടി വരെ വന്നിരിക്കുകയാണ്. ഏതായാലും നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ഇങ്ങ് പോകുന്നതാണ്. പക്ഷെ മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ വെട്ടമില്ലാത്ത വഴിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു ഡ്രൈവ് നടത്തുകയാണ്. കൃത്യസമയം 10:27 ആയിട്ടുണ്ട്. 10:27 ഇപ്പോൾ നമ്മുടെ സമയം. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം. രാഘാചരേ, ഹായ്. എക്സ്പ്ലോറേ, ഹായ്. ഒരാളും കൂടെ ഉണ്ട് ഇതിനകത്ത്, അവൻ ഉറക്കമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും പോവാം. യെസ്, അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഡിമ്മാണ്. ഞാൻ ഓഫ് ചെയ്തു. ഇതാണ് പാർക്ക് ഓണാണ്. പാർക്ക് ഞാൻ ഓഫ് ചെയ്ത ഒന്നുമില്ല. പാർക്ക് ഇട്ടു, ഹെഡ്ലൈറ്റ് ഓൺ. ഓക്കേ, ഇത് നോർമൽ. ഇനി ഹൈയും കൂടെ ഇട്ട് കാണിച്ചു തരേ. ഓ മാൻ, കിടു എന്ന് പറഞ്ഞാൽ കിടു കേട്ടോ. എനിക്കത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അതുപോലെ സൂപ്പറാണ്. യെസ്, അതുപോലെ ഒരു ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹൈ ഒക്കെ ഇട്ട് പോകാനാണെങ്കിൽ ഇത് കണ്ടോ, കിടലനായിട്ട് തന്നെ നമുക്ക് വഴി കാണാൻ സാധിക്കും. ഇപ്പം നോക്കിക്കോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പം ഞാൻ പാലക്കാട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. കണ്ടോ, വഴിയൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
കേരളത്തിലെ റോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് വഴി കാണാൻ പറ്റിയില്ലെങ്കിൽ പണി പാടും. ആ സമയത്ത് ഈ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല കിടുവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഹെഡ്ലൈറ്റ് ബൾബ് നിങ്ങൾ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞാലും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിക്ക് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. അതായത് ഹൈ ബീം മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ലോ ബീമിൽ തന്നെ നല്ല രീതിക്ക് വിസിബിലിറ്റി കിട്ടും. അതുകൊണ്ട് ഹൈ ബീം യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഹൈ ബീം യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ മാത്രം ഹൈ ബീം യൂസ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ഈ ഹൈ റേഞ്ച് പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ എനിക്ക് വഴി വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ആരും വരുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അടിക്കില്ല. ഇത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വേണമെങ്കിൽ ഹൈ ബീം യൂസ് ചെയ്യാം. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഹൈ ബീം ഓഫ് ചെയ്തോണം. ഇപ്പോൾ ആരും ഇല്ലാത്ത സമയത്തൊക്കെ എനിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല രീതിക്ക് റോഡ് വിസിബിലിറ്റി കിട്ടും. ഞാനിപ്പോൾ ഓഫ് ചെയ്തു, നിങ്ങൾക്ക് ഇപ്പോൾ വിസിബിലിറ്റി കാണുമ്പോൾ മനസ്സിലാവും. എന്നാൽ ഇപ്പം ഞാൻ ഹൈ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എനിക്ക് റോഡ് വിസിബിലിറ്റി കിട്ടും. കാരണം പ്രത്യേകിച്ച് ഹൈ റേഞ്ച് ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് വളവും തിരിവൊക്കെയാണ്, റോഡ് നമുക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഹൈ ബീം യൂസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഒരു ഹൈ ബീം ബാക്കിയുള്ളതിൻ്റെയൊക്കെ വെച്ച് അപേക്ഷിച്ചിട്ട് എനിക്ക് 100% പക്ക, അതായത് പെർഫെക്റ്റ് ഹൈ ബീമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു വൈഡ് ഏരിയ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പഴയ വീഡിയോയിൽ 2 വർഷം മുമ്പിട്ട വീഡിയോയിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിലും ഞാനത് അത്രയും വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഞാൻ അവിടെ എടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്.